മണ്ഡല പുനർനിർണയ ബില്ല് പാസാക്കാനുള്ള രഹസ്യമായ നീക്കം നടത്തുകയാണ് കേന്ദ്ര സർക്കാർ. വർഷകാല സമ്മേളനം അവസാനിച്ച് 2 ആഴ്ച പിന്നിട്ടും ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇതുവരെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. ഇതോടെ ഏത് നിമിഷവും സമ്മേളനം ചേരുവാനുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുമെന്ന് ഉറപ്പായി. എന്നാൽ ഇപ്പോൾ ഈ നീക്കത്തിന് ചെക്ക് വച്ചിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. മണ്ഡല പുനർനിർണയം സംബന്ധിച്ച ബില്ലുകൾ പാസാക്കാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ കേന്ദ്ര സർക്കാരിന് പദ്ധതിയുണ്ടോ എന്നതിന്റെ വിശദാംശങ്ങൾ തേടി മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിട്ടുണ്ട്. അതായത് ബിജെപിയുടെ രഹസ്യ ഡീൽ തങ്ങൾ അറിഞ്ഞു എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്റെ കത്ത് കണ്ടില്ലെന്ന് നടിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കില്ല. ഇതോടെ രഹസ്യയോഗം ചേർന്ന് കോൺഗ്രസിനെ പൂട്ടാനുള്ള നീക്കമാണ് പൊളിഞ്ഞു വീഴുന്നത്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം രാത്രി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പരസ്യമായി പറഞ്ഞിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇക്കാര്യം ആവർത്തിച്ചുന്നയിക്കുന്നതെന്ന് ഖാർഗെ തന്റെ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മൺസൂൺ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ് 14 ദിവസം കഴിഞ്ഞിട്ടും ലോക്സഭ പൂർണ്ണമായി സമാപിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി വന്നിരിക്കുന്നത്. മണ്ഡല പുനർനിർണയത്തെക്കുറിച്ചുള്ള സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് 2026 ജൂലൈ 16 അയച്ച മുൻകത്തും ഖാർഗെ മോദിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോക്സഭയിലെ നിലവിലെ 543 അംഗസംഖ്യ അടുത്ത 25 വർഷത്തേക്ക് കൂടി മാറ്റമില്ലാതെ നിലനിർത്തുക. ലോക്സഭയിലെ നിലവിലെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള അംഗസംഖ്യ അടുത്ത 25 വർഷത്തേക്ക് മാറ്റമില്ലാതെ തുടരുക. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ സ്ത്രീകൾക്ക് 1/3 സംവരണം നടപ്പിലാക്കുക തുടങ്ങിയ കോൺഗ്രസിന്റെ നിലപാടുകൾ കത്തിലൂടെ വീണ്ടും ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള വിഷയമാണിതെന്നും 2026 ഏപ്രിൽ 16-നും 17-നും ശ്രമിച്ചതുപോലെ വീണ്ടും കാര്യങ്ങൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പ് കൂടി കോൺഗ്രസ് നൽകുന്നുണ്ട്. ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പാർലമെന്റ് സമ്മേളനം വീണ്ടും ചേരാനുള്ള സാധ്യത തള്ളിക്കളയാതെയാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സംസാരിച്ചത്. മൺസൂൺ സമ്മേളനം ഇതുവരെ ഔദ്യോഗികമായി അവസാനിച്ചിട്ടില്ലെന്നും അതിനാൽ നിലവിലെ സമ്മേളനം അവസാനിപ്പിക്കാതെ തന്നെ സഭ വീണ്ടും വിളിച്ചു ചേർക്കാമെന്ന പ്രതീക്ഷയും കേന്ദ്രമന്ത്രി പങ്കുവച്ചിരുന്നു. ഇതോടെയാണ് കോൺഗ്രസിന് അപകടം മണത്തത്. വർഷകാല സമ്മേളനം അവസാനിച്ച് 2 ആഴ്ച പിന്നിട്ടിട്ടും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കാൻ മടിക്കുന്നു എന്ന ചോദ്യം ബാക്കിയാകുകയാണ്. ഇതിന്റെ മറവിൽ എന്തോ ഒരുങ്ങുന്നു എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം പാർലമെന്റ് യോഗം ചേരാൻ ഏകദേശം 9 കോടിയിലധികമാണ് ചിലവ്. ഒളിച്ചുകളികൾക്ക് ശേഷം വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിലെത്തി മുഖം കാണിച്ചത്. അന്ന് വന്ദേമാതരം ആലപിച്ചതിന് പിന്നാലെ സ്പീക്കർ ഓം ബിർള സഭ പിരിച്ചുവിട്ടു. ഈ രാജ്യത്തെ സാധാരണക്കാരൻ നൽകുന്ന നികുതി പണമായി പിരിച്ചെടുത്ത 9 കോടിയാണ് ഈ കലാപരിപാടിക്ക് ചെലവായത്. അയോധ്യ രാമക്ഷേത്രത്തിലെ ക്രമക്കേട്, ഡൽഹിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ക്രൂരമായ പെല്ലറ്റ് ആക്രമണം തുടങ്ങിയ പല ചോദ്യങ്ങൾക്കും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉത്തരമില്ലായിരുന്നു. മോദിയും അമിത്ഷായും ഒളിച്ചോടിയില്ലെന്നും എല്ലാത്തിനും മറുപടി പറയുമെന്നും ഗർജിച്ച പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന് ഇതിന് മറുപടിയില്ല. പ്രതിപക്ഷത്തിനും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ ആഭ്യന്തരമന്ത്രി മുട്ടുകുത്തിയോ എന്ന ചോദ്യവും അന്ന് ഉയർന്നിരുന്നു. എന്തായാലും പല പാർട്ടികൾ പിളർത്തിയിട്ടും ബിജെപിക്ക് ബില്ലുകൾ പാസാക്കാനുള്ള ഭൂരിപക്ഷം നാളിതുവരെ ഒപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം കൂടി അടിവരയിട്ട് പറയേണ്ടി വരും.